ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കാർത്തിയാണേ. ഇക്കഴിഞ്ഞ 26-ാം തീയതി എൻ്റെ പിറന്നാളായിരുന്നു. പിറന്നാളിന് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് വേണ്ടേ? അങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴാണ് നമുക്കൊരു സദ്യ തന്നെ ആയാലോ എന്ന് കരുതിയത്. ആളും ആരവൊക്കെ കുറവായ കാരണേ 4 കൂട്ടം കറികളും അച്ചാറ്, പപ്പടം, പരിപ്പ്, പഴം, പായസം ഒക്കെ കൂട്ടിയിട്ട് ഒരു സദ്യ തന്നെ ആയാലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ക്ലേ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ക്ലേ എടുത്ത് നന്നായി കുഴച്ച് കുറച്ച് കനം കുറച്ച് പരത്തിയിട്ട് അത് ഇലയര ഷേപ്പിന്, അതായത് വാഴയിലേര, നമുക്ക് ഊണ് വിളമ്പണ്ടേ, അപ്പോൾ വാഴയിലേര ഷേപ്പിന് കട്ട് ചെയ്തെടുത്തു കേട്ടോ. നാക്കിൽ തന്നെ വേണ്ട കാരണമാണ് കേട്ടോ ആ ഷേപ്പിൽ എടുത്തിട്ടുള്ളത്. എന്നിട്ട് പിന്നെ ഇലയര, അതായത് വാഴയിലേര ആ ഒരു ലൈനുകളൊക്കെ ഇങ്ങനെ കയ്യിൽ കിട്ടിയ ടൂളൊക്കെ എടുത്തിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ടേ. ഇനി നമുക്ക് കറികൾ ഉണ്ടാക്കാം കേട്ടോ. കറികൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കഷ്ണങ്ങൾ, അതുപോലെ ചോറിന് വേണ്ടിയിട്ട് അരിമണി, ചോറിൻ്റെ ഓരോ മണികൾ, പിന്നെ പച്ചക്കറികൾ, തക്കാളി, അവിയലിൻ്റെ കഷ്ണങ്ങൾ, മുരിങ്ങക്കോല് മുതലായ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇതിൽ നിന്ന് കട്ട് ചെയ്ത് കുഴച്ച് പരട്ടി, ടൂൾസൊന്നും അധികം ഇല്ലാത്ത കാരണം സേഫ്റ്റി പിന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മുട്ട് സൂചിയോ എന്തെങ്കിലും ഒരു പിന്നുകളൊക്കെ വെച്ചിട്ട് നമുക്കതൊക്കെ ഒന്ന് ചെയ്തെടുക്കാം. തയ്യാറാക്കിയ ഓരോ കറികളായിട്ടേ നമുക്ക് വാഴയിലേറെ തുമ്പത്തായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. അതിന് ഞാൻ ഉപയോഗിച്ചുള്ളത് ഫെവിക്കോളാണ്. ശാസ്ത്രം നോക്കിയില്ല കേട്ടോ. ആദ്യം തന്നെ ഇലത്തുമ്പത്ത് വെച്ചത് ഇഞ്ചിക്കറിയാണ്. പിന്നെ നമുക്ക് നല്ല മാങ്ങാച്ചാറ് വയ്ക്കാം. മാങ്ങാച്ചാറൊന്ന് സെറ്റായി വരുമ്പോൾ നമുക്ക് അവിയലെടുത്ത് വയ്ക്കാം കേട്ടോ. അവിയൽ വയ്ക്കാനാണ് വിചാരിച്ചത്. പിന്നെ തോന്നി നമ്മുടെ ഗ്രീൻ പീസും ഉരുളൻകിഴങ്ങൊക്കെ ഇട്ടിട്ടുള്ള മസാലക്കറി ഉണ്ടല്ലോ, അതിടാം. അപ്പോൾ അതാണ് കേട്ടോ ഇലത്തുമ്പത്ത് വയ്ക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ടേ കുറച്ച് കഷ്ണങ്ങളും ഒക്കെ ഒന്ന് ആദ്യമേ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണ്ട കേട്ടോ. അടുത്തത് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള, എല്ലാവരും വെച്ചാൽ ഞങ്ങളുടെയൊക്കെ ഫേവറേറ്റാണ് ഈ അവിയൽ. അത് അപ്പോൾ അവിയലൊക്കെ വെച്ച് കൊടുത്തു. ഇനി നമുക്ക് വേണ്ടത് ചോറാണ്. കുറച്ച് ചോറ് വേണ്ടേ, അപ്പം നമുക്ക് ചോറ് വയ്ക്കാം കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ചധികം ക്ലേ എടുത്ത് അതുമല്ലേക്ക് പിന്നോണ്ട് കുത്തി കൊടുക്കും. ഇങ്ങനെ കുത്തി കൊടുക്കണതുകൊണ്ടേ ഡീറ്റെയിലിംഗ് ആണ് കേട്ടോ നടത്തണതല്ല ശ്രമിക്കുന്നത്. ചോറും വെറ്റ്, അതായത് ചോറിൻ്റെ മണികൾ ഇനി കുറച്ച് വാഴയിലേക്കായിട്ടൊന്ന് അമർത്തി വെച്ച് കൊടുക്കുക കേട്ടോ. പിന്നോണ്ട്
ഇനി അതിന് ശേഷം ഉണ്ടല്ലോ, ഇതിൻ്റെ മുകളിൽ കുറച്ച് പശ തേച്ചിട്ടേ അതിൻ്റെ മുകളിൽ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടല്ലോ ആദ്യമേ തന്നെ ചെറിയ ചോറിൻ്റെ മണികൾ, അതൊന്ന് വെച്ച് കൊടുക്കാം. അങ്ങ് തോന്നട്ടേനേ ചോറ് തന്നെയാണെന്ന്. ഞാനീ പരത്തിയെടുക്കണതേ നമ്മുടെ സദ്യക്ക് വേണ്ട പപ്പടമാണ് കേട്ടോ. നല്ലപോലെ പരത്തിയെടുത്തതിന് ശേഷം അതെടുത്തിട്ട് നമ്മുടെ എടുത്തുള്ള ടൂള്, ഞാൻ പെയിൻറ്റിൻ്റെ ബ്രഷ് ഉണ്ടല്ലോ അതിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ. അതുകൊണ്ട് പപ്പടത്തിനുള്ള കുമിളയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ അമർത്തി കൊടുത്താൽ പുറം ഭാഗം കുമിള പോലെ വന്നോളുന്നേ. അപ്പോൾ അതുപോലെയൊക്കെ ചെയ്ത് കൊടുത്തു കേട്ടോ. പപ്പടം പൊള്ളച്ചില്ലാന്ന് ആരും സദ്യയുടെ ഇടയിൽ പരാതി പറയരുതല്ലോ. പശയൊക്കെ ചേർത്തേ ഇലയിലേക്ക് പപ്പടം ഒട്ടിക്കാൻ നോക്കിയപ്പോഴാണ് നമ്മുടെ പപ്പടത്തിനൊരു ഷേപ്പ് ഇല്ലാത്ത പോലെ, ഒരു വൃത്താകൃതിയൊന്നും ഇല്ലാത്ത പോലെ. അപ്പോൾ നമ്മുടെ പശയുടെ ക്യാപ്പ് ഉണ്ടല്ലോ അതുകൊണ്ടൊന്ന് ഷേപ്പ് കട്ട് ചെയ്തെടുത്തു. ഇപ്പോൾ നല്ലൊരു പപ്പടമായില്ലേ നമ്മുടെ ഉരുണ്ട് പൊള്ളച്ചിരിക്കുന്ന പപ്പടം. കുഴപ്പമില്ല. പിന്നെ ഇപ്പം ഈ ചെയ്യണതുണ്ടല്ലോ സാമ്പാറിന് വേണ്ടിയിട്ടുള്ള കഷ്ണങ്ങളാണ് കേട്ടോ എടുത്ത് ചേർത്ത് വെച്ചിട്ടുള്ളത്. നമ്മുടെ തക്കാളിയും മത്തങ്ങയൊക്കെ കൂടിയിട്ട് അതൊക്കെ എടുക്കണ കാണുമ്പോൾ തന്നെ ഒരു കഴിക്കാൻ തോന്നണ്ടേ, അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ചോറിൻ്റെ സൈഡിലായിട്ട് നമ്മൾ സാമ്പാർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടേ. കുറച്ച് നേരമായാലും ഈ ഉരുട്ടിയും പരട്ടിയൊക്കെ നിൽക്കണേന്നല്ലേ നിങ്ങൾ വിചാരിക്കണേ. ഇത് വേറൊന്നുമില്ല, സദ്യയിലേക്കുള്ള പഴ, നല്ല ഒന്നാന്തരം പാളയം കുടമ്പഴം. ഒരലങ്കാരത്തിനേ അതുകൂടി ഇരുന്നോട്ടല്ലേ. കുറച്ച് ഓവറായില്ലേ എന്നൊരു സംശയം. പോട്ടെ, അല്ലെങ്കിലും കുറച്ച് ഓവറായാലല്ലേ ആരെങ്കിലുമൊക്കെ ശ്രദ്ധിക്കുള്ളൂ. ഈ മുറിച്ചുകൊണ്ടിരിക്കണതേ നമ്മുടെ അവിയലിലേക്കുള്ള കഷ്ണങ്ങളാണ് കേട്ടോ. പശ വെച്ചിട്ട് ആ കഷ്ണങ്ങളൊക്കെ ഒന്ന് മുകളിൽ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഡീറ്റെയിലിങ്ങേ ഏത് അതന്നെ. നമ്മുടെ സദ്യയിലേക്ക് ഒഴിച്ചു കൂട്ടാൻ പറ്റാത്തൊരു സംഭവം ഉണ്ടല്ലോ, പായസം. അപ്പോൾ ആ പായസം വയ്ക്കാനുള്ളൊരു പാത്രമാണ് കേട്ടോ ഞാനിപ്പോൾ തയ്യാറാക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളതേ നമ്മുടെ ഫെവിക്കോളിൻ്റെ ക്യാപ്പ് ഉണ്ടല്ലോ അതാ. അപ്പം ആ വലിപ്പത്തിലുള്ളൊരു പാത്രം മതി എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ പാത്രം മാത്രമല്ല അതിനുള്ള ഒരു തവിയും ഒക്കെ കൂടി ഉണ്ടാക്കണം. ഇതുപോലെ ടൂൾസായിട്ടേ ക്യാപ്പൊക്കെ വെക്കണ്ടായിരുന്നില്ല, എൻ്റെ കൈ കൊണ്ട് തന്നെ ചെയ്താൽ മതിയായിരുന്നു. ഇതിപ്പോൾ അടർത്തിയെടുക്കാൻ കുറച്ച് മെനക്കെട്ടു. റൗണ്ടായിട്ട് കിട്ടേണ്ട പാത്രം ഏതൊക്കെയോ ഒരു ഷേപ്പിലായിപ്പോയി. എന്നാലും നമ്മുടെ കൈ ഉണ്ടല്ലോ, കൈ കൊണ്ടൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തു. ചെറിയൊരു ഉരുളിയാണ് ഉദ്ദേശിച്ചത്.
ഈ പൊടിച്ചെടുക്കുന്നതേ പായസത്തിലേക്കുള്ള ഡീറ്റെയിലിംഗ് ആണ് കേട്ടോ. നമ്മൾ പായസം എടുക്കാനുള്ള തവി എടുത്തിട്ടുണ്ട് കേട്ടോ. തവി നല്ല ഫിനിഷിങ്ങിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ പാത്രത്തിലേക്ക് പായസത്തിൻ്റേതായിട്ടുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. നമുക്കിനി ഇതൊക്കെ ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ഡ്രൈ ആവാൻ വെക്കാം കേട്ടോ. ഇതാണ് കേട്ടോ നമ്മളുടെ സദ്യയുടെ പായസത്തിൻ്റെയൊക്കെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. നമ്മൾ കളർ ചെയ്യണേറ്റ് മുന്നേ അതെടുത്ത് കാണിക്കാമെന്ന് വെച്ചു. നമ്മുടെ ഉള്ളം കയ്യിൽ സദ്യയും പായസമൊക്കെ കൂടിയിട്ട് ഒന്ന് വെച്ച് നോക്കിയതാണ് കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കട്ടെ, സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമുക്ക് ഇനി നമ്മുടെ സദ്യയും പായസം ഒക്കെ ഒന്ന് കളർ ചെയ്യാം. അപ്പം നമ്മൾ ആദ്യം വാഴയിലേക്ക് കളർ കൊടുക്കാം കേട്ടോ, ഗ്രീൻ കളറ്. അങ്ങനെ വാഴയില ഇവിടെ ഫിനിഷിംഗ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ കറികളിലേക്കൊക്കെ ഒട്ടുമിക്ക കറികളിലേക്കും നമ്മൾ യെല്ലോ കളറാണല്ലോ, അതായത് മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യണത് കൊണ്ടാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മുടെ സാമ്പാറിനെ ആദ്യം നമ്മൾ ഫസ്റ്റ് കോട്ട് കൊടുക്കുന്നത് മഞ്ഞ കളറാണ് കേട്ടോ. സാമ്പാറിനെ നല്ല ഒരുവിധം പരിപ്പ്, ആ സൈഡിലുള്ളത് പരിപ്പാണ് കേട്ടോ. പരിപ്പും കൂട്ടിയിട്ട് സദ്യ കഴിക്കാൻ. അപ്പോൾ പരിപ്പ്, അതുപോലെ മസാലക്കറി, അവിയൽ, ഇതിനൊക്കെ നമ്മൾ ആദ്യം തന്നെ ഫസ്റ്റ് തൊട്ട് മഞ്ഞ കളറാണ് കൊടുക്കണേ. പപ്പടത്തിനും മഞ്ഞ കളർ തന്നെ കൊടുക്കണേ കേട്ടോ. നമ്മുടെ എണ്ണയിൽ, അതായത് വെളിച്ചെണ്ണയിൽ വറുത്ത് പൊരിച്ചെടുത്ത നല്ല ഉരുണ്ട പപ്പടം എങ്ങനെ ഇരിക്കുക, ഫസ്റ്റ് ഒരു ഗോൾഡൻ കളറല്ലേ, അതാണ് കേട്ടോ യെല്ലോ കളർ കൊടുത്തത്. അതുപോലെ നമ്മുടെ പഴത്തിനും നമ്മൾ ഫസ്റ്റ് തൊട്ട് യെല്ലോ കളറാണ് കൊടുക്കുന്നത് കേട്ടോ. നമുക്ക് മുക്കാൽ ഭാഗം ഈ യെല്ലോ കളർ ആയതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഒരെണ്ണത്തുമെന്ന് എല്ലാത്തുമ്മലേക്കും ഒരേ തന്നെ എടുത്ത് കൊടുക്കുന്നത്. പിന്നെ അതുപോലെ റെഡ് കളർ പിന്നെ ഒട്ടുമിക്കേനും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേണ്ടത് കൊണ്ട് നമ്മൾ റെഡും ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അച്ചാർ, മാങ്ങ അച്ചാർ, അത് റെഡ് കളർ തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു യെല്ലോയും റെഡും കൂടുമ്പോൾ ഒരു ഓറഞ്ച് ഒക്കെ ആയിട്ടുള്ളൊരു കളറിലാണ് കേട്ടോ കൊടുക്കുന്നത്. മിക്സ് ചെയ്തിട്ടുള്ള ആണ് നമ്മുടെ അടുത്ത് കളർ കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ഇഞ്ചിക്കറിക്ക് വേണ്ടിയിട്ട് റെഡ് കളറും ബ്ലാക്കും കൂടിയിട്ടാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം നമ്മൾ ഓറഞ്ചൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തു, എന്നിട്ടാണ് കേട്ടോ അതിൻ്റെ മുകളിൽ കൂടെ ഈ ബ്ലാക്കും റെഡും കൂടി കൊടുത്തൊരു ബ്രൗൺ കളറാവും. അപ്പോൾ എന്നിട്ടത് കൊടുക്കുന്നത് ഇഞ്ചിക്കറിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ.
എന്തിനൊരു ഡീറ്റെയിലിങ് വേണമല്ലോ നമുക്ക്. വെണ്ടയ്ക്ക, അതുപോലെ മുരിങ്ങ, അങ്ങനെയൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇടയിൽ ഗ്രീൻ കളറൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ ഓരോന്നിൻ്റെയും കളറുകൾ, അതുപോലെ വേപ്പില, കറിവേപ്പിലയുടെ കളറ്, അപ്പോൾ ഓരോന്നിനും നമ്മൾ മൈന്യൂട്ടായിട്ട് തന്നെ പരമാവധി ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. ഏകദേശ രൂപത്തിലെത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ പെയിൻറ്റ് ചെയ്തതൊക്കെ ഒന്ന് ഉണങ്ങട്ടെ കേട്ടോ. അപ്പോൾ അപ്പോഴേക്കും നമുക്ക് പായസത്തിൻ്റെ പാത്രം നമുക്ക് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനപ്പോൾ അതിനൊരു ബ്ലൂ റെഡൊക്കെ കൂടിയിട്ടൊരു പർപ്പിൾ വയലറ്റ് കളർ ആക്കാൻ നോക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് പാത്രത്തിന് അടിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് അതേപോലെ തന്നെയാണ് കേട്ടോ സ്പൂണിനും കൊടുക്കുന്നത്. ഒരു ഗ്രീനും ഒരു ഇതൊക്കെ കൂടിയിട്ടൊരു സിൽവർ ടച്ച് വരുന്ന രീതിയിലാണ് കേട്ടോ ഞാൻ ചെയ്യാൻ നോക്കിയിട്ടുള്ളത്. ബാക്കിൽ ബ്രൗൺ ഒക്കെ കൂടിയിട്ട് അങ്ങനെ ഒരു ഏകദേശം ഒരു രൂപത്തിലാക്കിയിട്ടാണ് കൊടുത്തിട്ടുള്ളത് തവിയുടെ കളറ് വരുന്നത്. കുറച്ച് വൈറ്റ് കളർ എടുത്തിട്ട് നമ്മുടെ ചോറ് പിന്നെ വെള്ള കളർ കൊടുക്കാം കേട്ടോ. ലാസ്റ്റ് കൊടുക്കണം, അതാണ് കാരണം കറിയിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കളറുകൾ സ്പ്രെഡ് ആയിട്ടുണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിന് ശേഷം നമ്മൾ വൈറ്റ് കളർ കൊടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ കൊടുക്കുന്നത് അങ്ങനെ. അപ്പോൾ നമ്മൾ തവിയുടെ ഉൾവശമൊക്കെ ആ വൈറ്റ് കളർ കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ പായസത്തിൻ്റെ പാത്രം അതിൻ്റെ ഉൾവശം അങ്ങനെ കൊടുക്കുന്നുണ്ട് ഫസ്റ്റ് കോട്ടായിട്ട്. പിന്നെ അതിന് ശേഷം കുറച്ച് ഗോൾഡൻ യെല്ലോ എടുത്തിട്ട് ലൈറ്റായിട്ട് അതാണ് വേണ്ടിയിട്ടാണ് നമ്മൾ വൈറ്റ് കോട്ട് കൊടുത്തിട്ട്. അപ്പോൾ അത് ലൈറ്റ് കളറായിട്ട് നമ്മൾ പായസത്തിൻ്റെയൊക്കെ ഒരു കളറുണ്ടല്ലോ, അടപ്രഥമൻ്റെയൊക്കെ ആ ഒരു കളറ് വരുന്ന രീതിയിലാണ് കേട്ടോ നമ്മളത് കൊടുത്തിട്ടുള്ളത്. ഇപ്പം നമ്മുടെ ഇത്തിരി നേരത്തെ കഷ്ടപ്പാടിന് ശേഷം നമ്മൾ ചെറിയൊരു പിറന്നാൾ സദ്യ തയ്യാറായിട്ടുണ്ട് കേട്ടോ. നമ്മൾ വാഴയിലയിൽ ചോറും പരിപ്പും സാമ്പാറും പപ്പടവും പഴവും മസാലക്കറി, അവിയൽ, അച്ചാർ, ഇഞ്ചിക്കറി, പിന്നെ നമ്മുടെ അടപ്രഥമൻ പായസം, ഇതൊക്കെ കൂടിയിട്ടുള്ള നമ്മുടെ ഒരു സദ്യ തയ്യാറായിട്ടുണ്ട് കേട്ടോ. ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണേ.